നമ്മുടെ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്ന് ഒരു ഞെട്ടിക്കുന്ന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അവർ തലയ്ക്ക് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്താണ് സാർ ഈ ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നത്? ഈ മുഖ്യമന്ത്രിയുടെ ജീവൻ അപകടത്തിലാണോ? ജീവൻ അപകടത്തിലല്ല, പക്ഷേ ഡൽഹിയിലെ ജനങ്ങളുടെ മുഖത്ത് ഏറ്റ അടിയാണ്, ആഘാതമാണ്. കാരണം ഡൽഹി കണ്ടിട്ടുള്ള ഏറ്റവും ജനപ്രിയയായ മുഖ്യമന്ത്രിയാണ് താനെന്ന് 100 ദിവസം തികഞ്ഞപ്പോൾ തന്നെ തെളിയിച്ച ഒരു മുഖ്യമന്ത്രിയാണ്. അതെ. മറ്റേതൊക്കെ കണ്ണാടി മാളികകൾ, ഷീഷ് മഹലുകൾ പണിഞ്ഞിട്ട് അതിനകത്ത് താമസിക്കുക, ആഡംബര ജീവിതം നയിക്കുക, എന്നിട്ട് ആം ആദ്മി സാധാരണക്കാരൻ്റെ പാർട്ടിയാണെന്ന് പറഞ്ഞ് നമ്മുടെ ചൂൽ എന്ന് പറയുന്നത്, തിരുവനന്തപുരത്തെ തെറുപ്പ എന്ന് പറയും, ആ ചൂല് എന്ന് പറയുന്നതിന് എന്ന് പറയുന്ന 8 പശുവായി ഭരണം നടത്തുന്ന ഭരണകൂടങ്ങളാണ് ഉണ്ടായിരുന്നത്. ജനങ്ങളുടെ പക്ഷത്താണെന്ന് പറയും. ജനങ്ങളിൽ നിന്ന് അകലാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് അവർക്ക് പ്രവേശനം പോലും ഇല്ലാതെ കണ്ണാടി മാളികകളുടെ അകലം തീർത്തുകൊണ്ട് ആ സിംഹാസനങ്ങളിലിരുന്ന് ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരാണ്, വളരെ ജനകീയരായ മുഖ്യമന്ത്രിമാരാണ് തങ്ങളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഡൽഹിയിലൂടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം കരസ്ഥമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അധികാരമോഹികളായിട്ടുള്ളവർക്ക് വലിയൊരു വെല്ലുവിളിയായിട്ടാണ് രേഖാ ഗുപ്ത. കേന്ദ്രം ഭരിച്ചിരുന്നെങ്കിലും ഡൽഹി ഭരിക്കാനൊരു ഭാഗ്യം അവർക്കുണ്ടായിട്ടില്ല. പക്ഷേ എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ടും ആം ആദ്മി പാർട്ടിയുടെ പ്രചണ്ഡമായിട്ടുള്ള പ്രചാരണ ആയുധങ്ങളെ നേരിട്ടുകൊണ്ടും കഴിഞ്ഞ തവണ അവർ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അധികാരത്തിലെത്തിയത് വാസ്തവത്തിൽ രേഖാ ഗുപ്തയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് കാണിച്ചുകൊണ്ടല്ല. പക്ഷേ അതിനുശേഷം എടുത്ത തീരുമാനം രേഖാ ഗുപ്ത മുഖ്യമന്ത്രിയാകണമെന്നായിരുന്നു. പല പേരുകളും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്, അതായത് പാർട്ടി തിരഞ്ഞെടുത്തത് രേഖാ ഗുപ്തയാണ്. വളരെ ജനകീയാണ്. അവർ കൗൺസിലറായിരുന്നതാണ്. ആ സമയത്ത് വളരെ ജനപ്രിയയായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം സുമേഷ് ഷാലിമാർ ബാഗിൽ നിന്നാണ്ട് 29,250 വോട്ട് വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് AAPയിലെ സ്ഥാനാർത്ഥിയെ, ബന്ധന കുമാരി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ അവർ തോൽപ്പിച്ചത്. അവരുടെ ജനപിന്തുണ വ്യക്തം. എന്തുകൊണ്ട് അങ്ങനെ ജനപിന്തുണ കിട്ടി? അതിന് കാരണം അവർ കൗൺസിലർ ആയിരുന്നപ്പോൾ അവിടെ നടപ്പാക്കിയ പദ്ധതികളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീകളുടെ ഓരം ചേർന്നുകൊണ്ട് നടപ്പാക്കിയ സുമേസ്ത യജ്ഞ എന്ന പദ്ധതിയാണ്. സുമേസ്ത യജ്ഞം അതെന്താണെന്നറിയാമോ? അത് പാവപ്പെട്ട സ്ത്രീകളെ സഹായിക്കാൻ വേണ്ടി ഒരു ഫണ്ടുണ്ടാക്കി അവർക്ക് കൊടുക്കുക. ഡൽഹിയിൽ നമുക്കറിയാം, അവിടെ അലങ്കാര ഗോപുരങ്ങളായിട്ടുള്ള കണ്ണാടി മാളികകൾ ധാരാളമുണ്ട്. അവിടെ സുഖവാസം നയിക്കുന്ന സ്ത്രീകളുമുണ്ട്. പക്ഷേ അതിൻ്റെ ഓരത്ത് പ്രത്യേകിച്ചും ബീഹാറിൽ നിന്നുമൊക്കെ കുടിയേറി വന്ന പാവപ്പെട്ട സ്ത്രീകളുണ്ട്. നമ്മുടെ കേരളത്തിൽ കുടുംബശ്രീ നടപ്പാക്കി സ്ത്രീകളെ സഹായിക്കാൻ ശ്രമിച്ചത്. അതെ, കുടുംബശ്രീ ഒരു നല്ല പരിപാടിയാണ്. പക്ഷേ അത് സഹകരണ, ഇത് ഫണ്ട് അവർ ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന പണമാണ് അവിടെ സഹകരണം. പക്ഷേ ഇത് ജോലി ചെയ്യാതെ തന്നെ ഫണ്ട് അവർക്ക് കൊടുക്കുകയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഡൽഹിയിൽ നിന്നുമൊക്കെ ചേക്കേറിയ ആൾക്കാരെ തൊഴിൽ അന്വേഷിച്ചാൽ വരുന്നത്. തൊഴിൽ കിട്ടിയില്ലെങ്കിൽ അവർക്ക് ആഹാരം കഴിക്കാൻ വകയില്ല. തൊഴിൽ കിട്ടാൻ വലിയ പ്രയാസം വന്നു കഴിയുമ്പോൾ 2-3 ദിവസമൊക്കെയാണ് തൊഴിൽ അന്വേഷിച്ച് അവർ പോകുന്നത്. ഈ കാലം അത്രയും ഭർത്താവിനെ അല്ലെങ്കിൽ കണവനെ കാത്തിരിക്കുകയാണ് സ്ത്രീകൾ. ആ ചേരി ജീവിതത്തിലേക്ക് നമ്മുടെ മാധ്യമങ്ങളൊന്നും, അവിടുത്തെ എലീറ്റ് മാധ്യമങ്ങളൊന്നും അങ്ങോട്ട് കടന്നു ചെല്ലുന്നേ ഇല്ല. വാസ്തവത്തിൽ അവിടെ സ്ഥിതി വളരെ കഷ്ടമാണ്. അവർക്ക് വേണ്ടിയിട്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് സുമേസ്ത യജ്ഞ. ഒരു ഫണ്ടുണ്ടാക്കിയിട്ട് ആ ഫണ്ടിൽ നിന്നുള്ള തുക ഈ സ്ത്രീകൾക്ക് യഥേഷ്ടം ലഭ്യമാക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് സുമേസ്ത യജ്ഞ. അതുകൊണ്ട് അവർ വളരെയധികം പോപ്പുലറായിട്ട് തീർന്നു. അതുപോലെ തന്നെ സാർ, അവർ ഈ യമുന ശുദ്ധീകരിക്കുന്ന ഒരു പദ്ധതിയുമായിട്ട് വന്നു. അതും വലിയ ശ്രദ്ധയാകർഷിച്ചു. അവർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം നേരിട്ട അന്നത്തെ വലിയൊരു വെല്ലുവിളി യമുന മുഴുവൻ അഴുക്കുജലം. അത് AAP ഒരു വലിയ ക്യാമ്പയിനാക്കി. കേന്ദ്രത്തിൻ്റെ കുറ്റമാണ്, അല്ലെങ്കിൽ ഹരിയാന ഭരിക്കുന്നത് BJP ആയതുകൊണ്ട് BJPയുടെ കുറ്റമാണെന്ന് പറഞ്ഞ് വലിയൊരു ക്യാമ്പയിനൊക്കെ അദ്ദേഹം നടത്തി. അപ്പോൾ അന്ന് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി യമുന ശുദ്ധീകരിക്കുക എന്നുള്ളതായിരുന്നു. ആ ശുദ്ധീകരണത്തിന് ഡബിൾ എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെയും കൂടി സഹായം വാങ്ങിച്ചുകൊണ്ട് ആ ശുദ്ധീകരണം വളരെ മുന്നേറിയെന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരാൾക്ക് ഒരു അഴിമതിയല്ല, യമുന അശുദ്ധമാണെന്ന് ആർക്കും പറയാൻ കഴിയാത്ത വിധത്തിലായി. ഒരുപക്ഷെ ഫ്രാൻസിലെ നദിയിൽ അവിടുത്തെ പ്രധാനമന്ത്രി തന്നെ പോയി മുങ്ങി കുളിച്ചതുപോലെ, അതുപോലെ വളരെ നാറ്റമുള്ള വെള്ളമായിരുന്നു അതിൽ കൂടി ഒഴുകിക്കൊണ്ടിരുന്നത് ഫ്രാൻസിലെ നദിയിൽ കൂടി. ആ വെള്ളം ശുദ്ധീകരിച്ച് അദ്ദേഹം അതിലിറങ്ങി എന്ന് പറയുന്നത് പോലെ തന്നെ
ആളുകൾക്ക് ഇറങ്ങി കുളിക്കാൻ സൗകര്യമുള്ളതായിട്ട്, കുടിക്കാനായിട്ടില്ല ഇപ്പോഴും, പക്ഷേ കുളിക്കാൻ സൗകര്യമൊന്നുമുള്ളതായിട്ട്. കാരണം അതിൻ്റെ രണ്ട് സൈഡിലും ധാരാളം വ്യവസായശാലകൾ, ഫാക്ടറികളൊക്കെ ഉണ്ട്. ടോക്സിക് പൊള്യൂട്ടൻസ് ഈ വെള്ളത്തിലേക്ക് കലക്കുന്നുണ്ട്. ആ വ്യവസായങ്ങൾ പോയി കഴിഞ്ഞാൽ ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടും. അപ്പോൾ വലിയൊരു ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ അത് തീർക്കണം. അങ്ങനെ അവർ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ അതിനൊരു പരിഹാരം കണ്ടു. ഇപ്പോൾ വലിയ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. സർ, ഈ ഇതിലേക്ക് തിരിച്ചു വന്നാൽ രേഖാ ഗുപ്തയെ ആക്രമിച്ച ആളെ കുറിച്ച് എന്തെങ്കിലും? ഈ 35 വയസ്സുള്ള ഒരു യുവാവ്, അത് മിക്കവാറും രാഹുൽ ഗാന്ധിയുടെ ഏജന്റ് ആയിരിക്കണം. കാരണം ഇങ്ങനെ ഇവർ ഭരിച്ച് നാട് നന്നാക്കി കഴിഞ്ഞാൽ ഈ ഒരിക്കലും രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ കോൺഗ്രസിനോ കേജ്രിവാളിനോ അധികാരത്തിൽ വരാൻ പറ്റില്ല എന്ന് ഇവർ ഉറപ്പാക്കും. അപ്പം സഹിക്കുന്നില്ല. അധികാരക്കൊതി മൂത്ത, അധികാരപ്രമത്തത മൂത്തതല്ല, പക്ഷേ അധികാരക്കൊതി മൂത്ത് ആ കസേര കിട്ടില്ലല്ലോ എന്നുള്ള ഫ്രസ്ട്രേഷൻ കൊണ്ട് അല്ലെങ്കിൽ നിരാശ കൊണ്ട് ചെയ്ത പ്രവൃത്തിയാണ്. കാരണം എന്താ, ഇത് അവരുടെ ഔദ്യോഗിക വസതിയിൽ എല്ലാ ബുധനാഴ്ചയിലും നടക്കുന്ന ഒരു ജനസമ്പർക്ക പരിപാടിയാണ്. ജൻ സുൻവായി എന്നായിരുന്നു. സുൻ എന്ന് പറഞ്ഞാൽ കേൾക്കുക, ജനങ്ങളെ കേൾക്കുക. അല്ല മുഖ്യമന്ത്രി ഇവിടുത്തെ പോലെ മുഖ്യമന്ത്രിയെ പരാതിക്കാരെ കേൾക്കുക, മുഖ്യമന്ത്രിയെ ജനങ്ങൾ കേൾക്കുക എന്നുള്ള അല്ല ഊന്നൽ. അവിടെ ജനങ്ങളെ മുഖ്യമന്ത്രി കേൾക്കുക, അതാണ് ചെയ്യുന്നത്. ആ വളരെ ജനകീയമായിട്ടൊരു പരിപാടിയാണ്. ഈ അപരാധികളൊക്കെ പറയാൻ അവർക്കൊരു കേൾക്കാനൊരാള്, കാത്, തങ്ങളുടെ ദുഃഖങ്ങളൊക്കെ കേൾക്കാനെങ്കിലും ഒരാൾ. അതെ, പരിഹാരം ഉണ്ടായില്ലെങ്കിൽ അതൊരു വെന്റിലേറ്റർ. ആളുകൾക്ക് മനസ്സിലാക്കുക, അവരെ അത്രയും കേട്ട് കഴിഞ്ഞാൽ ഒരാശ്വാസമായി. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാം പരിഹരിക്കാനൊന്നും കഴിയും തോന്നുന്നില്ല. കാരണം അത്ര സങ്കീർണമായിട്ട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഒരു മുഖ്യമന്ത്രിക്ക് കേൾക്കാൻ തയ്യാറായി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതൊരു പഠനം കൂടിയാണ് മുഖ്യമന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം. നല്ലൊരു പഠനമാണ്. ഇതാണ് അല്ല, എല്ലാ ആഴ്ചയിലും എല്ലാ ബുധനാഴ്ചയും ഇതുപോലെ ജനങ്ങൾക്ക് വേണ്ടി രാവിലെ കുറെ സമയം മാറ്റി വെക്കുന്നത് ഒരു മുഖ്യമന്ത്രി ചെയ്യുന്ന ചെറിയ കാര്യമല്ല. അതിനുശേഷമേ അവർ സെക്രട്ടേറിയറ്റിലേക്ക് പോകും. ഇതൊരു സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നത്. സാർ, അതിനകത്ത് അതൊരു പ്രശ്നമാണ്. കാരണം ഈ ഡൽഹി പോലീസ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു സുരക്ഷാ വീഴ്ച വന്നിരിക്കുന്നു എന്നുള്ളത് വ്യക്തമല്ലേ? ഇപ്പോൾ ഇതൊക്കെ നമ്മൾ എത്ര അധികം സുരക്ഷ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ജനകീയ പരിപാടിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്മുടെ രാജീവ് ഗാന്ധി എങ്ങനെ ഈ ജനകീയ സമ്പർക്ക പരിപാടിയെ അട്ടിമറിക്കാൻ ആരെങ്കിലും ചെയ്തതാണോ? കാരണം ഈ ഇത്തരത്തിലൂടെ ജനങ്ങളുമായിട്ട് മുഖ്യമന്ത്രി വല്ലാതങ്ങ് അടുത്തു പോയാൽ അത് തങ്ങളുടെ രാഷ്ട്രീയ ഭാവിക്ക് ദോഷമാണ് എന്ന് കണ്ടിട്ട് ആരെങ്കിലും ചെയ്തതാണോ? ഇപ്പോൾ പ്രാർത്ഥനാ യോഗത്തിലെ ഗോഡ്സെ കടന്നു വന്നു. പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കാനാണെന്ന് കരുതിയല്ലേ അദ്ദേഹത്തെ വിടുന്നത്. അതുപോലെ ഒരു ജനസമ്പർക്ക പദ്ധതി എന്ന് പറയുന്ന ജനകീയ പരിപാടിയുടെ ഇടയിൽ ഒരാൾ കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ കടത്തിവിടാതിരിക്കാൻ പറ്റില്ല. അത് ആയുധങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന്, കൈകൊണ്ടാണ് അടിച്ചിരിക്കുന്ന മുഖത്ത്. പിന്നെ കല്ലെടുത്തെറിഞ്ഞു. കയ്യിലെന്തോ ഭാരമുള്ള വസ്തു ഉണ്ടായിരുന്നു, അതുകൊണ്ട് എറിഞ്ഞു എന്നാണ് പറയുന്നത്. അതൊക്കെ നൊടിയിടയ്ക്കുള്ളിൽ കഴിയും. അത് മുഖത്ത് കൊണ്ടുവന്ന് വ്യക്തമല്ല. എന്തായാലും തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാ പറയുന്നത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുക. ഒരു പക്ഷേ വലിയ അടി കൊണ്ടിട്ട്, സ്ത്രീയല്ലേ, 35 വയസ്സുകാരനുമല്ലേ, അപ്പൊ അയാളുടെ ശക്തി നമുക്ക് ഊഹിക്കാം. അപ്പൊ ആ ശക്തി കൊണ്ട് ഒരു ഒറ്റ അടി അടിച്ചു കഴിഞ്ഞാൽ തല ചെന്ന് എവിടെങ്കിലും മുട്ടും, ഭിത്തിയെ ചെന്ന് മുട്ടും. ഓർക്കപ്പുറത്തല്ലേ, ചതിയല്ലേ ഇത്. വീണുപോകാം. അതൊക്കെ വീണുപോയ ആഘാതത്തിൽ പറ്റിയ പരിക്കായിരിക്കാം. എന്തായാലും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ്. ചോദ്യം ചെയ്തതിൽ നിന്ന് അയാളുടെ ഉദ്ദേശം വ്യക്തമാവും. ആദ്യം കിട്ടിക്കഴിഞ്ഞാലും പോലീസ് അത് പെട്ടെന്ന് വെളിപ്പെടുത്തില്ല, അനലൈസ് ചെയ്യും. അതിനുശേഷമേ ഏത് പാർട്ടിക്കാരനാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. എൻ്റെ സംശയം രാഹുൽ ഗാന്ധി അയച്ച ഏജൻ്റ് ആയിരിക്കും. കാരണം എല്ലാ വിധത്തിലും ഈ ഭരണം കുളമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം രാഹുൽ ഗാന്ധിയും കൂട്ടരും ചെയ്തു കൂട്ടുന്നുണ്ട്. ജനങ്ങളുടെ പക്ഷത്താണെന്ന് വരുത്തിക്കൊണ്ട്, ജനങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള ഒരു കള്ള ആഖ്യാനം ചമച്ചുകൊണ്ട് ഗവൺമെൻറ്റിനെതിരായിട്ട് ജനങ്ങളെ നശിപ്പിക്കുന്ന, ഇന്ത്യയെ നശിപ്പിക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുക. ജനങ്ങൾക്ക് തന്നെ സഹിക്കാൻ വയ്യാതെ അവസാനം എടുത്തെറിയും എന്നുള്ള ഉറപ്പാണ്. ഈ പ്രതിപക്ഷ നേതാവിൻ്റെ കസേര പോലും നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയിലേക്കാണ് ആ മുടിയനായ പുത്രൻ, നെഹ്റു കുടുംബത്തിൻ്റെ പേര് കേൾപ്പിക്കാനുണ്ടായ പുത്രൻ ചെയ്തു കൂട്ടുന്നത്. അത് പറഞ്ഞു കൊടുക്കാൻ ഇന്ന് ആരുമില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ദുര്യോഗം. സാർ, ഈ BJP ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഈ ജനസമ്പർക്ക പരിപാടി, ജനകീയ പരിപാടി അട്ടിമറിക്കാനും മുഖ്യമന്ത്രിയെ ജനങ്ങളിൽ നിന്ന് അകറ്റാനും വേണ്ടി ആസൂത്രിതമായി നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമാണിതെന്നാണ് അവർ പറയുന്നത്. രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് വ്യക്തമായിട്ട് BJP ആരോപിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ മുഖ്യമന്ത്രി എത്ര വിചാരിച്ചാലും സെക്യൂരിറ്റി ഏജൻസീസ് സെക്യൂരിറ്റി അങ്ങ് വർദ്ധിപ്പിക്കും. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കും അധികാരത്തിനും ഇടയിലുള്ളൊരു മതിൽ തന്നെ. പക്ഷേ അത്
ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. മനസ്സിലായല്ലോ, സിറ്റുവേഷൻ മനസ്സിലായല്ലോ. അപ്പോൾ അവർക്കത് ചെയ്തില്ലെങ്കിൽ അവരുടെ വീഴ്ചയാണത്. അതെ, മുഖ്യമന്ത്രിക്ക് ജനങ്ങളെ നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വീഴ്ചയാണ്. എന്തായാലും നഷ്ടം ജനങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ ആസൂത്രിതമായിട്ട് ചെയ്യും. ജനാധിപത്യം ആര് വിചാരിച്ചാലും അട്ടിമറിക്കാൻ പറ്റും. ഒരു 75 പേര് വിചാരിച്ചാൽ മതി ഇന്ത്യയിലെ ജനാധിപത്യം അട്ടിമറിക്കാൻ പറ്റും. മനസ്സിലായോ? അതാണ് ഈ രാഹുൽ ഗാന്ധി ആ ഒരു കാര്യമാണ് വിനിയോഗിക്കുന്നത്. ആ ഒരു സാധ്യതയാണ് ഇപ്പോൾ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഒരു കേവലം 75 പേരുടെ മതി. അവരുടെ ഇന്റർനെറ്റുകളിൽ കൂടി ഫാൾസ് നറേറ്റീവ്സ് വലിയ ദോഷം ചെയ്യുന്നതാണ്. വലിയ ജനാധിപത്യത്തിന്റെ അടിവേരറുത്തുകൊണ്ടിരിക്കുകയാണ്. സംശയമൊന്നുമില്ല. അടിസ്ഥാനരഹിതം ഒരൊറ്റ തെളിവുമില്ലാതെ ഞങ്ങളുടെ കാണിച്ചുകൊണ്ട് എന്താ കാണിക്കുന്നത്? അവിടെ ഒരു ഉറുമ്പിൻ്റെ കൂട് കാണിച്ചിട്ട് ഇതാണ് ഹിമാലയ പർവ്വതം എന്ന് കാണിക്കുന്ന പോലെ. അതെ, ഹിമാലയൻ ബ്ലണ്ടറാണ് അയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.